MPL സീസൺ 10 ഫസ്റ്റത്തെ കളിയിൽ തന്നെ പങ്ങളെ തച്ച് പൊടിയാക്കിയിട്ട് വന്നിട്ട് മഞ്ചു അബിക്ക് ഉപദേശം കൊടുത്തിട്ട് വിട്ട് എന്നിന് പോയെന്ന് പോലും അറിയാതെ പോയ സ്പീഡിൽ തന്നെ ബാറ്റിൽ പുറവും ചൊറഞ്ഞോണ്ട് അബി വയ്യോട്ട് വന്ന് ഏടെ ഫീൽഡ് നിൽക്കണമെന്ന് അറിയാതെ വേണുമായിട്ട് 6 ലൈനിന്റെ പുറത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാനെന്തോ ബാഹുബലി പടം എടുക്കുന്ന വെച്ചിട്ട് സവ്യേട്ടൻ സ്ലോലെ നടക്കുന്നുണ്ട്. ഈ സീസണിലെ ഫസ്റ്റത്തെ 6 രാജേഷ് ഏട്ടൻ തൂക്കി കൂത്തൊരു 6 ഫീൽഡ് നിന്നിട്ട് ക്യാച്ച് എടുക്കാത്തവരെല്ലാം 6 ലൈനിന്റെ പുറത്ത് നിന്നിട്ട് ക്യാച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ 6 രാജേഷ് ഏട്ടൻ തന്നെ അടിച്ച്. രാജേഷ് ഏട്ടൻ 6 അടിച്ചിട്ടാണ് നമ്മളെ കണ്ണൻ 6 പാക്കും കാണിച്ചോണ്ട് വരുന്നുണ്ട്. നോട്ടി ബോയ് മാറ് കണ്ണൻ നീ അങ്ങോട്ട്. അങ്ങനെ നമ്മളെ വീഡിയോ ഫൈനലിലേക്ക് എത്തി. ഫൈനലിൽ അർഷിത്ത് കൂത്തൊരു 6 അടിച്ചു. എത്ര കുത്തടിച്ചെന്നറിയോ? കൊച്ച വന്നിട്ട് ബാറ്റ് മുട്ടിക്കുന്നു. അടുത്ത ബോളിൽ ക്ലീൻ ബോൾഡായിട്ട് തലക്ക് തയ്ക്കുന്ന നേരത്തെ ആ ബോളിന് തച്ചിനൊക്കെ അതും 6 പൊട്ടി. പിന്നെ നവീന് വന്നിട്ട് വെച്ച് ഒരു 6 മുപ്പാട്ട് ഔട്ടായി. അർഷിത്ത് അടുന്ന് പോയിട്ടേ ഇല്ല. ഓ നവീന്റെ റണ്ണർ അടുത്ത വേണുവേട്ടന്റെ ബോളിൽ നവീൻ അടിച്ച് വേണുവേട്ടനെ പൊടിച്ച് എന്താക്കാര്. പിന്നെ സവിയേട്ടൻ വന്നിട്ട് കുത്തൊക്കെ ഒരാടി എല്ലാവരും ക്യാച്ചെടുക്കാൻ പറഞ്ഞ് സവിയേട്ടനും ക്യാച്ചെടുക്കാൻ പറഞ്ഞ് നമ്മളെ ക്യാച്ച് നമ്മ പിടിക്കല്ലാന്നിട്ട് ബയ്യോട്ടനെ പറഞ്ഞ് പിറ്റത്തെ ബോളിൽ പാതി മുട്ട് കുത്തിയിട്ട് ഒറ്റ ആട് ക്ലീൻ ബോൾഡ്. ആകെ ബേജാറിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഞമ്മ ഇങ്ങോട്ട് ക്യാമറ തിരിച്ച് മാമന് ഔട്ടായി പോയല്ലോ കണ്ണന്റെ ആ കള്ളനോട്ടം. അടുത്തത് ഓറ ബാറ്റിങ്. ബാലുവേട്ടൻ വന്ന് ഒറ്റ ആടി 6. അടുത്ത ബോളിൽ പിന്നെയും മാടി യോഗേഷ് ഏട്ട പാഞ്ഞോണ്ട് പോയിട്ട് ക്യാച്ച് എടുത്ത്. പിന്നെ നമ്മളെ രാജു വന്നിട്ട് മുട്ടും കുത്തിയിട്ട് ലെഗ് സൈഡിൽ ഒറ്റാടി അടിപൊളി 6 ഇല്ലെങ്കിൽ അടിപൊളി 6. അടുത്ത ബോളിൽ അരിയേട്ടന് ക്യാച്ച് കൊടുത്തിട്ട് രാജുവും പോയി. പിന്നെ നമ്മളെ ഗൗതം വന്നിട്ട് ഒരു കരണയില്ലാത്ത അടി തന്നെ. എന്ത് കരണയില്ലാത്ത അടിയല്ല, ബോളർമാരെ കരണ കുറ്റിക്കടി എത്ര ലോങ് അടിച്ച്. അടുത്ത ബോളിൽ പിന്നെയും അടി ലെഗ് സൈഡിലേക്ക് തന്നെ തിരിച്ചിട്ട് ആടി. അടുത്ത ബോളിൽ ഓഫ് സൈഡിലേക്ക് മാറിയിട്ട് ലെഗ് സൈഡിലേക്ക് ഒരു ഗ്രൗണ്ട് ഷോട്ട് അടി. നമ്മളെ കാമല് ബോൾ പിടിക്കേണ്ട തവളിനെ പിടിച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ നവീന്റെ ലാസ്റ്റ് ബോളിൽ ഗൗതം അടിച്ച് നവീന് പിടിച്ച് അങ്ങനെ ഓവർ തീർന്ന്. അടുത്ത ഓവർ അർഷിത്തിന്റെ വേണുവട്ട സ്ട്രൈക്കില് ക്ലീൻ ബോൾഡ്. ഏട്ടൻ ഔട്ടാക്കിയ ചോടിയിൽ ഞാൻ വന്നിട്ട് വെച്ച് ഒരു 6. എന്റെ 6 വെച്ചാൽ നിന്നെ ഞാൻ ബോൾഡാക്കുന്നിട്ട് അതാ ബോൾഡാക്കി. അടുത്ത ആര് വരുന്ന നോക്കാലോ. വന്ന് കുത്തക്ക് ബോളിട്ട് കുത്തക്ക് തന്നെ ഒരടി. ഈ ഓട്ടത്തിനിടയിൽ റണ്ണൌട്ടാകുന്നത് എന്തൊരു കഷ്ടം എന്ന് പറയോ. അനാവശ്യമായ ഓട്ടം റണ്ണൌട്ടിൽ കലാശിക്കുന്നു. ഇത്ര വലിയ ഫൈനൽ നടക്കുമ്പോ കമല് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു വിന്നിംഗ് ഷോട്ട് അടിച്ചിട്ട് ബറ്റാലിയൻസിനെ തോപ്പിച്ച്. തോറ്റ ബറ്റാലിയൻസിനെല്ലാം ബട്ടത്തിലിരുത്തിയിട്ട് നമ്മളെ മനീഷ് കോച്ചിങ് കൊടുക്കുന്നത്. ഏത് സെമി ഫൈനലിൽ തോറ്റാൾ ഫൈനലിൽ തോറ്റാൾക്ക് കോച്ചിങ്. അങ്ങനെ കൊച്ചാന്റെ ബറ്റാലിയൻസ് റണ്ണേഴ്സുമായി വേണുവേട്ടന്റെ VL ലെജൻസ് ചാമ്പ്യൻസുമായി. ഞങ്ങൾ നേരത്തെ പുറത്തുമായി. ഫൈനലിൽ 3-4 വിക്കറ്റ് എടുത്ത വേണുവേട്ടന് ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ചും കിട്ടി. 2-3 50-യും ചറപ്പറ വിക്കറ്റ് എടുത്ത നമ്മൾ അർഷിത്ത് ബെസ്റ്റ് ബാറ്ററും മാൻ ഓഫ് ദ ടൂർണമെന്റുമായി. മഞ്ചു ബെസ്റ്റ് ബൗളറായി. ഒരു ബോൾ പോലും എറിയാതെ ഞങ്ങൾക്കും കിട്ടി ബെസ്റ്റ് ബോളർ. എന്നിന് ഞങ്ങൾക്കും അറിയില്ല, നിങ്ങൾക്ക് അറിഞ്ഞിട്ട് കാര്യവുമില്ല. ഇനിയും ഇങ്ങനത്തെ കളി നടക്കട്ടെ, സൗഹൃദം വളരട്ടെ. ഞാനിപ്പോൾ നിർത്തട്ടെ. ഓക്കെ, ബൈ.